ഗുഡ് മോർണിംഗ്. ഇന്നെന്താ നമ്മൾ പഠിക്കാൻ പോകുന്നേ? ഭൂമി നമുക്ക് ഭംഗിയുള്ള പ്രകൃതി നൽകി. ശുദ്ധമായ വായുവും ശുദ്ധജലവും നിബിഡ വനങ്ങളും വൻ മരങ്ങളും ചെറുചെടികളും പൂക്കളും ഭക്ഷിക്കാൻ പഴങ്ങളും പിന്നെ പക്ഷി മൃഗാദികളെയും ഭൂമി നമുക്ക് നൽകി. ഭൂമിയുടെ മൂന്നിലൊന്ന് മാത്രമാണ് കരഭാഗം, ബാക്കി മുഴുവനും ജലമാണ്. ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടത് നമ്മൾ മനുഷ്യരുടെ കടമയാണ്. ഇവനെന്ത് ആലോചിക്കണം? എന്ത് സൂപ്പർ വെള്ളമുള്ളേ. എന്തായിരുന്നു എൻ്റെ കമ്പ്യൂട്ടർ മൊബൈൽ ഷോപ്പ്? നാട്ടിൽ ചെന്നിട്ട് ഞെട്ടിക്കാന്ന് വിചാരിച്ചിരിക്കണ ഷോപ്പറിനടുത്ത് ഞാൻ എടുത്തോ? ആ ബാങ്ക് ജംഗ്ഷനില്ലേ, അതിന്റെ റൈറ്റ് സൈഡില്, ആ റോഡിന്റെ റൈറ്റ് സൈഡിലായിട്ടോ. നിനക്കറിയാതെ സ്ഥലം. നീ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഷോപ്പിലേക്ക് ഇറങ്ങ്. ശേ, ഷൂവിന്റെ ലൈസ് കഴിഞ്ഞല്ല. ഈ ബാഗ് ഒന്ന് പിടിച്ചടാ. എടാ, നീ എന്തേ കാണിക്കുന്നത്? നിനക്കെന്താ വട്ടായോ? നിനക്ക് ഈ വെള്ളത്തിനോട് വല്ല വിരോധമുണ്ടോ? കുറെ നേരമായി അതങ്ങനെ ദാഹിക്കുമ്പോൾ ഇങ്ങനെ കുപ്പിയിൽ ഇറച്ചി കിട്ടുമ്പോൾ നിനക്ക് ഇതിൻ്റെ ഒന്നും വില അറിയില്ല. വായൊന്ന് തുറന്ന വെള്ളം എന്ന് പറഞ്ഞിരുന്ന നമ്മള് മലയാളികള് ഇപ്പൊ ഈ കുപ്പിയിൽ വെള്ളം മേടിച്ചു കുടിക്കേണ്ട അവസ്ഥയിലായി. എല്ലാവരും ചേർന്ന് എല്ലാം നശിപ്പിച്ചു. പുഴകളും മലകളും ഒട്ടുമിക്ക ജീവജാലങ്ങളും ഇല്ലാണ്ടായി. നമ്മുടെയൊക്കെ അഹങ്കാരം. അതിന് നീ എൻ്റെ അടുത്ത് ചൂടാവണമെന്നില്ല. നിനക്ക് ഈ പ്രകൃതി സ്നേഹം ഒന്നും തുടങ്ങിയല്ലെന്ന് എനിക്കറിയാം. ആൾക്കാർ ഇവിടെ ജീവിക്കാൻ വേണ്ടി ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി നെട്ടോട്ടി കിടക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ മല അടിച്ചെടുത്തേണ്ടി വരും, പുഴ എടുത്തേണ്ടി വരും. അപ്പോഴാണ് അവൻ്റെ ഒരു കാടും പടലും. ഭൂമിയിൽ മൂന്നിലൊന്ന് കരയാണ്, ബാക്കി മുഴുവൻ വെള്ളം. ഞാൻ ഈ 2 കുപ്പി വെള്ളം കളഞ്ഞോണ്ട് ഭൂമിയിലെ വെള്ളവും തീരാൻ പോകും. എടാ, ഈ മനുഷ്യർക്കൊരു വിചാരമുണ്ട്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അവിടെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്ന്. അതെങ്ങനെ? ഈ പ്രകൃതിക്കും സസ്യജാലങ്ങൾക്കൊന്നും യൂണിയനും സംഘടനകളൊന്നും ഇല്ലല്ലോ. പത്രസമ്മേളനം നടത്താനും ഹർത്താൽ നടത്താനൊന്നും. എടാ, ഈ ഭൂമി മനുഷ്യന്റെ മാത്രമാണോ? ഇവിടെ മറ്റ് ജീവജാലങ്ങളില്ലേ? അവരോ? നിന്നെ പോലുള്ളവർക്ക് ഭൂമിയും പ്രകൃതിയും ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. ഭൂമി നമുക്ക് എല്ലാം തന്നു, സുഖമായി ജീവിക്കാനുള്ള എല്ലാം. അതില്ലാതാക്കിയത് നമ്മളാ, മനുഷ്യനെന്നവർക്ക്. എടാ, നിനക്കറിയോ ഇനി ഈ ലോകത്ത് നടക്കാൻ പോകുന്ന യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണെന്ന്? ഇതിനു വേണ്ടിയാണ്, ഈ കുടിവെള്ളത്തിന് വേണ്ടി. സംഭവം കഴിഞ്ഞാ? ചേട്ടാ, ഞാനൊന്നും കഴിച്ചിട്ടില്ല ചേട്ടാ. കഴിച്ചിട്ടില്ല എന്നല്ല, അയാൾ വൈകുന്നേരം വരുമ്പോൾ ഈ സാധനം കൊടുക്കാനുള്ളതാണ്. ഞാൻ സാധനം നോക്കി, അത് സോൾഡർ ചെയ്തേ. അത് സോൾഡർ ചെയ്തേ. ഹലോ, ആ ആരത്? എന്താ ആരി ഇതെങ്ങനെ കണ്ടുപിടിച്ചിട്ടേ ഷോപ്പ്? എടാ, ഈ ജംഗ്ഷൻ എനിക്കറിയായിരുന്നു. ഇനി ഇതുവഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി. അപ്പൊ അതിന്റെ ഷോപ്പൊക്കെ ഒന്ന് കയറി കണ്ടേക്കാന്ന് കരുതി. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഇഷ്ടംപോലെ വർക്ക് ഉണ്ടടാ. എന്ത് ചെയ്യാനാ, ഇപ്പോൾ കമ്പ്യൂട്ടർ നന്നാക്കാനായിട്ട് ഒരു പയ്യനുള്ളൂ. ഞാനാണെങ്കിൽ വേറെ ഷോപ്പ് കൂടി നോക്കണ്ട്. ഇതെല്ലാം കൂടി എനിക്ക് നോക്കിയെടുത്താൻ പറ്റുമോ? 2 ആളും കൂടി ഉണ്ടെങ്കിൽ ഈ വർക്കൊക്കെ ഒന്നും കൂടി മൂവ് ആവുള്ളൂ. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാലല്ലോ, ഇഷ്ടം പോലെ പൈസ ഇങ്ങോട്ട് വരും. ഇതാണ് നമ്മുടെ സംഭവം. അപ്പം നീ വേസ്റ്റ് ഒക്കെ അവിടെ കൊണ്ട് കളയും. എടാ, അതിന് അടുത്ത ട്രിപ്പ് നമുക്ക് എവിടെ പോണ്ടേ? നീ ആ ടോപ്പിക്ക് വിടറാ. എടാ,
ഇനി ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ മാലിന്യമാണ് ഈ വേസ്റ്റ്. അതായത് ഇലക്ട്രോണിക് വേസ്റ്റ്, കമ്പ്യൂട്ടറിൻ്റെ സ്പെയർ പാർട്സുകൾ, മൊബൈൽ ബാറ്ററീസും. മനുഷ്യൻ്റെ നൂതനമായ കണ്ടുപിടുത്തത്തിൻ്റെ നൂതനമായ തിരിച്ചടി. ഇതിനു മുൻപ് ഫാക്ടറികളുടെ വിഷപ്പുകയും മാലിന്യങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ അതോടൊപ്പം തന്നെ മനുഷ്യന് ഭീഷണിയാകാൻ പോകുന്ന ഒന്നാണ് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വേസ്റ്റ്. കാശിന് പുറകെ നീയും ഞാനും ഒക്കെ ഓടുമ്പോൾ നമ്മൾ പ്രകൃതിയും ഭൂമിയൊക്കെ മറക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ദിവസം കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. നീ ബൗള് കണ്ട, നീ എപ്പോഴും പറയാറില്ല ഭൂമി ഉരുണ്ടാണ്. ഇത് കണ്ട, ഇത് ഇതുപോലെ കിട്ടും. ഒന്നിനും പറ്റില്ലെങ്കിൽ ഞാൻ കടലിൽ കൊണ്ടുപോയി തട്ടും. ഞാൻ പൈസ ഉണ്ടാക്കണതേ നന്നായിട്ട് അധ്വാനിച്ചിട്ടാ. അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഷേ, നീ എന്താ ഈ പറയണത്? ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. ഞാനും നീയൊക്കെ അടങ്ങുന്ന ലക്ഷങ്ങളും പതിനായിരങ്ങളും ഒക്കെ ഇവിടെ തള്ളുന്നത് ടൺ കണക്കിന് വേസ്റ്റാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഭൂമി നമുക്ക് എല്ലാം തന്നു. എല്ലാവരും എല്ലാം പഠിച്ചപ്പോൾ എല്ലാം തന്ന ഭൂമിയെ സംരക്ഷിക്കാൻ മാത്രം ആരും പഠിച്ചില്ല. എടാ നിനക്ക് വട്ടാണ്. ആൾക്കാരെ ഇവിടെ ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടി നെട്ടോട്ട് ഓടി കിടക്കുകയാണ്. ആൾക്കാർക്ക് ഇപ്പോൾ എന്ത് ചെയ്യാനൊരു മടിയില്ല പൈസ ഉണ്ടാക്കാനായിട്ട്. അതിപ്പോൾ പച്ചക്കറിയിൽ വിഷം അടിച്ചിട്ടായാലും ആൾക്കാർക്ക് ഇത് കിട്ടിയാൽ മതി, പണം. അതെങ്ങനെ മണ്ണും മലയും പറഞ്ഞ് കിടക്കണം നിനക്കതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എടാ ഇപ്പം എന്തെങ്കിലും കയ്യിലുണ്ടായാലേ നാളെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. നാളെ നമ്മൾ വേറെ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ AC റൂമിലിരിക്കുമ്പോൾ ആരാടെ ഈ മണ്ണും മലയൊക്കെ ആലോചിക്കാൻ പോണത്? ഇന്ന് ഏതാ തീയതി? ഇന്ന് 20-ാം തീയതി അല്ലേ? ഇന്ന് 20-ാം തീയതി. അടുത്ത 30 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാം? നാം ഒരു തുള്ളി ജലത്തിനായി നെട്ടോട്ടമോടുന്ന നാളെ എന്തിനീ കാടുകൾ വെട്ടി മുറിക്കുന്നു? എല്ലാം അറിയുന്ന നമ്മൾ ഒരു തുള്ളി വെള്ളം നുണയുവാൻ കിട്ടാത്ത കാലം വരുന്നുണ്ട്. അമ്മതന്മാറത്തെ അമ്മിഞ്ഞ പാലല്ലോ കാടിന്റെ ഒരു തുള്ളി വെള്ളം, കാട്ടാറിനൊരു തുള്ളി വെള്ളം. കരയില്ല പറയില്ല കരയുവാൻ കഴിയില്ല മർത്യ നിനക്കിനി നാളെ. കരയില്ല പറയില്ല കരയുവാനാകില്ല മർത്യ നിനക്കിനി നാളെ. ഓർക്കുക ഓർത്തു കരയുക, ഇനി എന്തു ശേഷിപ്പു ഭൂവിൽ, നിനക്കിനി എന്തു ശേഷിപ്പു ഭൂവിൽ.